സെപ്റ്റംബർ മാസം 14 ഉംറയ്ക്ക് വന്നത്. അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞു 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ വോയിസ് നിങ്ങളെല്ലാവരും കേട്ടു അല്ലേ? 85 പേര് 1000 രൂപ അയക്കുക. 85 പേര് 1000 രൂപ അയച്ചാൽ 85,000 രൂപ അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഉംറയ്ക്ക് കൊണ്ടുപോകും. 1000 രൂപ നമ്മൾ പിന്നെ അയക്കുമ്പോൾ, ഓരോരുത്തരും അയക്കുമ്പോൾ അവരൊക്കെ പ്രതീക്ഷ എന്താ? എനിക്ക് ഉംറയ്ക്ക് പോകണം അല്ലേ? എനിക്കും ആ പുണ്യഭൂമി കാണണം. ആ നറുക്കെടുപ്പിൽ ഞാൻ ലഭിക്കും, എനിക്ക് ലഭിക്കും, ഞാനതിലുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഈ 85,000-ലേക്ക് 1000 കൊടുത്ത ബാക്കി 84 പേരും നിരാശരാണ് അല്ലേ? ഇതിനല്ലേ പരിശുദ്ധമായ ഇസ്ലാം ലോട്ടറി എന്ന് പറഞ്ഞത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ നിങ്ങൾ. അവിടെ ബാക്കിയുള്ളവരൊക്കെ നിരാശപ്പെടുന്നൊരവസ്ഥ. ഇതിനല്ലേ ഇസ്ലാം ലോട്ടറി എന്ന് പറഞ്ഞത്? നിരോധിക്കപ്പെട്ട ലോട്ടറി ഇതല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരിക്കലും ഈ ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെയോ ഞാൻ ആക്ഷേപിക്കല്ല. പരിശുദ്ധമായ ദീനെന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെയും ഒരു കാര്യത്തിലും അവിടുന്ന് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരു പരിശുദ്ധ മതം തന്നെയാണ് പരിശുദ്ധ ദീന്. പരിശുദ്ധമായ ദീനിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ ഇങ്ങനെ പല രൂപങ്ങളിലായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ്സുകൾ, ഹദീസ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെതായിട്ടുള്ള നോക്കുമ്പോൾ, യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ പല രൂപത്തിൽ ഇതുപോലത്തെ ഓരോ കാട്ടിക്കൂട്ടലുകൾ പല ആളുകളും തുടങ്ങി. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് മറുപടി പറയണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല രൂപങ്ങളിലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ സങ്കടം തോന്നി. നമുക്ക് പരിശുദ്ധമായ ദീനിനെ പല രൂപത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പരിശുദ്ധമായ ദീനിനെ നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ? പക്ഷേ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ നേരെ വണ്ണം ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെ സത്യം പറഞ്ഞാൽ വേണ്ട രൂപത്തിൽ, നല്ല രൂപത്തിൽ ഇതിനെ നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇന്നും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ പഴയ പോലെ തന്നെ നമ്മുടെ ഹദീസ് ക്ലാസ് എല്ലാം ഒന്ന് പഴയ പോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സാഹചര്യങ്ങൾ അതല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഒന്ന് അതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത്. അതിൻ്റെ പിറകിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഓൺലൈനായിട്ട് പരിശുദ്ധമായ ദീനിനെ ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകും ഈ ചെയ്യുന്ന ആളുകൾക്കും ഇതിന് കൂട്ടു നിൽക്കുന്ന ആളുകൾക്കും മറ്റുമൊക്കെ. ഇതൊരു ലഹരിയായിട്ട് ഏറ്റെടുത്തിട്ട് ഇതിന് വേണ്ടാത്ത രൂപത്തിൽ, പരിശുദ്ധ ദീൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നമ്മോട് പറയാത്ത രൂപത്തിൽ, നിരോധിക്കപ്പെട്ട രൂപത്തിലൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ട് അയച്ചു, എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ റിസൾട്ട് വരികയാണ്, ഇന്നാലിന്ന വ്യക്തിക്ക് അത് അടിച്ചിട്ടുണ്ട്, കാസർഗോഡുള്ള ഇന്നാലിന്ന വ്യക്തിക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ പേര് അത് പറയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കൂടെ നമ്മൾ പറയുമ്പോൾ, ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇതിലൊക്കെ പരിശുദ്ധമായ ദീന് എന്താണ്, എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വെള്ള വസ്ത്രം ധരിച്ചിട്ട്, ഇത് ചെയ്യുന്ന ഉസ്താദന്മാരൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഈ വെള്ള വസ്ത്രം ധരിച്ചിട്ട്, തലപ്പാവ് ധരിച്ചിട്ട് നമ്മളൊക്കെ സമൂഹത്തിലൂടെ ഇറങ്ങിയിട്ട് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ എത്രയെത്ര ചെറുപ്പക്കാരായ ആൾക്കാർ നമ്മുടെയൊക്കെ കൂടെ, നമ്മോടൊക്കെ നല്ല രൂപത്തിൽ നിൽക്കാൻ ആളുകളുണ്ടെന്നറിയോ? എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്.
ഇവരൊക്കെ പരിശുദ്ധമായ ദീനിൽ നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പല വിഷമങ്ങളും അവർ പറയും, അവരുടെ സങ്കടങ്ങൾ പറയും, അവരുടെ കഥകൾ പറയും. പല ആളുകളും പരിശുദ്ധമായ ദീനിനുമായി ബന്ധപ്പെട്ട് അവർ അകന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, യുക്തിവാദികളുടെ ക്ലാസ് കൊണ്ടല്ല ഞങ്ങളാരും പരിശുദ്ധ ദീനിനെ വെറുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളുടെ പുത്തൻവാദികളുടെ ക്ലാസ്സുകൾ കേട്ടിട്ടല്ല പരിശുദ്ധമായ ദീനിൻ്റെ പല കാര്യങ്ങളും ഞങ്ങൾ അവഹേളിക്കുന്നത്, ഞങ്ങളതിലേക്ക് വരാത്തത്, മൈൻഡ് ചെയ്യാത്തത്. ഇന്ന് ചില ആലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും രീതികളുമാണ് ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുന്ന മക്കളാണ്. അപ്പം നമ്മൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഇന്നൊക്കെ എത്രയെത്ര ആലിമീങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ദീനിൻ്റെ ദുനിയാവിൻ്റെ പല പല മുക്കുകളിലൂടെ ഓടുന്നുണ്ട്. അവർക്കും ഇന്ന് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞാൽ ആ ഓടുന്നതിനേക്കായും പൈസ അവർക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷേ അവരൊക്കെ പറയാത്തത്, ചെയ്യാത്തത് ദീനിൻ്റെ ദഅവത്ത്, ദീനിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ മഹല്ലിൽ തന്നെ എത്രയോ മക്കൾ, ചെറുപ്പക്കാർ, ഉസ്താദ്മാരോട് കൂടുതലായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പിന്നെ എപ്പോഴും ഉസ്താദിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ബന്ധമില്ലാത്ത മക്കൾ, ഇന്നും ഞാൻ ചെന്നതിൻ്റെ ശേഷം അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക്, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ മഹല്ലത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, ദീനിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ ഓടി വരുന്ന ഇതുവരെ വരാത്ത മക്കൾ എൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ അവരിലേക്ക് ഇറങ്ങുമ്പോഴാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ദീനിന് ഒരു വില കിട്ടുന്നത്. ഇതാണ് ദീന് എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അവരുടെ തെറ്റുകളും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നമ്മോട് ഷെയർ ചെയ്യാൻ അതിലൂടെ അവർ മറക്കില്ല. നമ്മൾ ഇതുപോലെ ഉള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇന്ന് നമ്മുടെയൊക്കെ മക്കൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ മുമ്പിലൂടെ വരുന്നവർ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്നത് അവർ എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായിട്ട് അറിവുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്. ഇന്നും എൻ്റെയൊക്കെ അക്കൗണ്ടുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് മക്കൾ അവരിന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കോമാളിത്തരങ്ങൾ കാണാൻ, എന്നിട്ട് അവരെനിക്ക് അയച്ചു തരും, ഉസ്താദേ ഇതൊക്കെ പരിശുദ്ധ ദീനിൽ അനുവദിക്കുന്നതാണോ, ഇതൊക്കെ പരിശുദ്ധ ദീനിൽ ഉള്ളതാണോ, ചെയ്യാൻ പാടുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പല മക്കളും വിളിക്കുമ്പോൾ, മെസ്സേജ് അയക്കുമ്പോൾ, പല വീഡിയോസുകളും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. മനസ്സിലാക്കണം ചില കോമാളിത്തരങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ജമാഅത്തിന് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് ആ സമയത്ത് പോലും ഓൺലൈനിലാണ് ഒരാൾ ഓൺലൈൻ മജ്‌ലിസ് നടത്തുകയാണ്. തലീകെട്ട് കണ്ടാൽ, താടി കണ്ടാൽ പടച്ചുറപ്പേ നമുക്കൊക്കെ പേടിയാകും. ആളുകൾ കമൻറ്റിൽ ചോദിക്കുകയാണ്, എന്താ മൂല്യരെ നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയമായില്ലേ, നിസ്കരിക്കാൻ പോയിക്കൂടെ? അവര് വക്തിൻ്റെ സമയത്തിൻ്റെ ചരിത്രങ്ങളും കഥകളും ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ സമയത്തും എല്ലാ ദിവസവും ഓരോ ജമാഅത്തിൻ്റെ സമയത്ത് ഇരിക്കുന്നത് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാക്കുക അത്രേ. ഇങ്ങനെ ഇരിക്കുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം എന്നിട്ട് ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരാൾ അയച്ചു തരികയാണ്, എന്നിട്ട് പറയാൻ മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് താഴത്ത് ഇങ്ങനെ കൊടുത്തിട്ടാണ് അവിടെ എഴുതിയിട്ടേ, നിങ്ങൾ എന്താ മൂല്യരെ ഉസ്താദ് നിങ്ങൾക്ക് നിസ്കരിക്കൊന്നും വേണ്ടേ, നിങ്ങൾ അവല് ജമാഅത്തിൻ്റെ പ്രതിഫലമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അത് വേണ്ടേ? ആരോടാ ചോദിക്കുന്നത്? പറയുന്ന ആളുകൾ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലേ? അള്ളാഹു തആല പഠിപ്പിച്ചു, പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ അന്ത്യദിനത്തിൽ വരുമ്പോൾ ഒരു കുറേ സംഭവങ്ങളൊക്കെ പറയും, പക്ഷേ അവരുടെ ജീവിതത്തിൽ അതുണ്ടാകില്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലേ? അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഓൺലൈൻ മജ്‌ലിസുകളോ മറ്റോ ആക്ഷേപിക്കുകയല്ല, പക്ഷെ അതിലൂടെ എത്രയോ ഉസ്താദന്മാരുണ്ട് പരിശുദ്ധ ദീൻ ഹദീസുകളായിട്ടും ഇന്ന ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് ദിക്റുകളെ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനെയും ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേൻ്റെ ഒക്കെ നമ്പർ കൊടുത്തിട്ട് അതിലൂടെയൊക്കെ പൈസ സ്വരൂപിച്ച് ഇങ്ങനെ ചില കോമാളിത്തരങ്ങൾ, ദീനിന് നിരക്കാത്ത, സമൂഹത്തിന്
ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും വെച്ചിട്ട് ചെയ്യുന്ന ചില ആളുകൾ ഇന്നുണ്ട്. അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്, അവരെയാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതുപോലുള്ള ചതികളിൽ എത്രയാത്മാർത്ഥമായിട്ട് ആലിമീങ്ങളെ, ദീനിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഓരോ ഉമ്മമാരും ഉപ്പമാരും അവരൊക്കെ ഇതിൽ വഞ്ചിതരാകുന്നു എന്നറിയുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകുന്നത്, മനസ്സ് പൊട്ടിപ്പോകുന്നത്. അതിലൊന്നും വഞ്ചിതരാകരുത്. നമ്മളൊക്കെ ആലിമീങ്ങളായ ആളുകൾ, ഉസ്താദന്മാർ, ഒരു മുതഅല്ലിമ് എന്ന നിലക്ക് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇത് ദീനാണ്. ദീനിൻ്റെ പേരിൽ പല ആളുകളും പലതും ചെയ്യുന്നുണ്ട്. എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ താഴത്ത് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ പറയണം. എന്തിനാണ് ദീന് പറയുമ്പോൾ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് പൈസ എത്തിപ്പിക്കുന്ന ചില ആളുകളൊക്കെ എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ പല രൂപങ്ങളിലായിട്ട് വിളിച്ചിട്ട് സങ്കടങ്ങൾ പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനൊരു സംഭവം അങ്ങനത്തെ ഗൂഗിൾ പേ നമ്പർ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എന്ന് നമ്മൾ ഒരു മുതഅല്ലിമി എന്ന നിലക്ക് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. റബ്ബ് നമുക്ക് നന്മ ചിന്തിക്കാനും പറയാനും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.